ഹായ്, എല്ലാവർക്കും സിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ PSCയിൽ നമുക്കിനി വരാവുന്ന വർഷങ്ങളിൽ എന്തൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ PSC ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ SSC ആയാലും റെയിൽവേ എക്സാംസ് ആണെങ്കിലും UPSC എക്സാംസ് ആണെങ്കിലും നിങ്ങൾ ഏത് എക്സാംസിന് ഒരുങ്ങുന്നവരാണെങ്കിലും നിങ്ങൾ CC ലേണിംഗ് ആപ്പിലൂടെ തന്നെ പഠിക്കുക. CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവരൊക്കെയും CCയിൽ നിന്ന് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് സർവീസിൽ കയറിയവരാണ്. ഇന്ന് നമ്മൾ കേരള PSC ആണ് പറയുന്നത്. കേരള PSC നമുക്കറിയാം നമ്മുടെ ജനറൽ പ്രായപരിധി തന്നെ ഉയർത്തി 40 വയസ്സായി. ഇനി SC വിഭാഗത്തിന് 45ഉം അതോടൊപ്പം തന്നെ OBC വിഭാഗത്തിന് 43 വയസ്സുമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള PSCയുടെ പ്രായപരിധി ഉയർത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പുതിയ എക്സാംസ് വലിയ ഒരു അവസരമാണ് ഉണ്ടാകുന്നത്. ആദ്യം നമുക്ക് എക്സാമിനെ ക്ലാസിഫൈ ചെയ്യാം. 10ാം ക്ലാസ് യോഗ്യത, 7ാം ക്ലാസ് യോഗ്യത ഒക്കെയുള്ള അവർക്ക് തൊട്ട് കേരള PSCയിൽ പരീക്ഷ എഴുതാം. അതിലെ ഏറ്റവും പ്രധാനമായിട്ട് പുതുതായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ LD ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ആണ്. 10ാം ക്ലാസ് പാസ്സായാൽ മതി. അതിൻ്റെ സാലറി എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 രൂപ വരെയാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ലിസ്റ്റിൻ്റെ വാലിഡിറ്റി 1/8/2028 തീരുകയാണ്. 1/8/2028. അപ്പം നമുക്കറിയാലോ 28 ഒരു റാങ്ക് ലിസ്റ്റ് തീരണമെങ്കിൽ അതിന് ഒരു വർഷം മുമ്പ് എന്തായാലും നമുക്ക് പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ 2027 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സാമാണ് LD എക്സാം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് 7ാം ക്ലാസ് പാസ്സായവർക്ക് എഴുതാൻ പറ്റുന്ന LGS എക്സാം. 23,000 തൊട്ട് 50,200 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. കണ്ടോ, അതായത് ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും എഴുതാൻ സാധിക്കുന്നതാണ് LGS എക്സാം. അതിലും കാലാവധി ലിസ്റ്റിൻ്റെ തീരുന്നത് 10/4/2028 ആണ്. സോ 2027 പുതുതായ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുന്ന എക്സാം ഉണ്ടാകുന്നതാണ് LGS എക്സാം എന്ന് പറയുന്നത്. അടുത്തത് വലിയൊരു എക്സാം വരുന്നത് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് ആണ്. DHSC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരുന്നത്. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന ഈ ഒരു ഇതിൽ 10ാം ക്ലാസ് പാസ്സായാൽ മതി. 24,000 തൊട്ട് 55 വരെയാണ് വരുന്നത്. ഇതും 2028 12/12/2028 റാങ്ക് ലിസ്റ്റ് തീരുകയാണ്. സോ നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. ഓക്കെ, 2028 27 പരീക്ഷയുണ്ടാകും. ഇനി നോക്കിക്കേ, എല്ലാ വർഷവും വരുന്ന ഒരു എക്സാമാണ് നമ്മുടെ SI എക്സാം എന്ന് പറയുന്നത്. ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി, പക്ഷേ ഏജ് കുറച്ചുകൂടെ കുറവാണ്. നമുക്കറിയാം 40 വയസ്സ് വരെയല്ല. പക്ഷേ ഇവിടുത്തെ സാലറി സ്കെയിൽ നോക്കിയേ, 45,600 മുതൽ 95,600 വരെയാണ്. ഡിഗ്രി ഉള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഓക്കെ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും SI എക്സാം. എല്ലാ വർഷവും SI വിളിക്കും. സെക്രട്ടറി നോക്കിക്കേ, ഈ തവണ വരാൻ പോകുന്ന സെക്രട്ടറി, ഇത്തവണ നമുക്ക് ഡിഗ്രി ലെവലിൽ എന്തുണ്ടായിരുന്നില്ല, ലോക്കൽ സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള സെക്രട്ടറി ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ലിസ്റ്റ് 10/10/2028 തീരാൻ പോവുകയാണ്. അടുത്ത ഡിഗ്രി തലത്തിലെ നോട്ടിഫിക്കേഷൻ 2027 LSGയിലെ സെക്രട്ടറി ഉണ്ടാകും. ഗസറ്റഡ് ഓഫീസർ റാങ്കിലേക്കുള്ള ഒരു പോസ്റ്റാണ്. സോ പരിഗണന കൊടുത്ത് തന്നെ പഠിക്കുക. അടുത്ത നോക്കിക്കേ, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എന്ന് പറയുന്നത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരള ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. ഇതിന് യോഗ്യത എന്ന് പറയുന്നത് ഏത് ഗ്രാജുവേഷൻ പാസ്സായവർക്കും പറ്റും. സാലറി സ്കെയില് 43,400 തൊട്ട് 91,200 വരെയാണ് വരുന്നത്. അതിൻ്റെ റാങ്കിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലിസ്റ്റിൻ്റെ കാലാവധി ഇതാണ്ട് പെട്ടെന്ന് വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ്. 9/4/2027 തീരുകയാണ്. സോ ഇനിയുള്ള മാസങ്ങളിൽ ഇനി നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. 26 തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നതാണ് ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ. അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ്. ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും പറ്റും. അതിൻ്റെ സാലറി സ്കെയിൽ നോക്കിക്കേ, 24,000 തൊട്ട് 69,000 വരെ. ഇത് 2028 ഈ ലിസ്റ്റ് തീരുന്നത്. ഏതാണ്? അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ്. അടുത്തത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ. പോലീസിലേക്കാണ്. ഗ്രാജുവേഷൻ പാസ്സായാൽ മതി. അതും 16/4/2026 തീരുകയാണ്. സോ ഈ എക്സാം എന്താണ്, ഉടനടി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു എക്സാമാണ് ഈ ആംഡ് പോലീസിലെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ഡിഗ്രി തലത്തിലെ നോട്ടിഫിക്കേഷനാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ CPO. എല്ലാ വർഷവും വിളിക്കുന്ന +2 പാസ്സായവർക്ക് എങ്ങനെ പോലീസിലേക്കാകാം? അതാണ് ആൻസർ. CPO ആണ്. +2 എന്ന് പറഞ്ഞാൽ പാസ്സായാൽ മതി, നിങ്ങൾക്ക് CPO ആയിട്ട് കയറാൻ പറ്റും.
31,100 മുതൽ 66,000 രൂപ വരെയാണ് വരുന്നത്. +2 പാസ്സായാൽ മതി. സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്, അതിന് നിങ്ങൾക്ക് +2 പാസ്സായാൽ മതി. പക്ഷെ അവിടുത്തെ സാലറി നോക്കിക്കേ, 27,000 മുതൽ 63,000 വരെ എല്ലാ വർഷവും വിളിക്കുന്നതാണ്. ഇനി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വരുമ്പോഴും എന്താണ്, +2 പാസ്സായാൽ മതി. പക്ഷേ ഇത്തവണത്തെ ലിസ്റ്റ് തീരുന്നത് 13/7/2027 ഇതിൻ്റെയൊക്കെ സാലറി സ്കെയില് 27,000 തുടങ്ങി ഒരു 63 വരെയാണ് വരുന്നത്. ഓക്കെ, ഇനിയും +2 ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എക്സാമാണ് CPO, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ. മനസ്സിലായല്ലോ അത്. എന്നാൽ ടീച്ചിങ് എക്സാംസിലേക്ക് വരുവാണെങ്കിൽ LPSA വിളിക്കുന്ന വർഷം ഇതാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ +2ഉം TTCയും കേറ്ററ്റും യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിൽ പറ്റും, നമ്മുടെ LPSAയിലേക്ക് പറ്റും. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തീരാൻ പോകുന്നത് 31 മെയ് 2028. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 2026 ഡിസംബറിൽ വരും. സോ LPSAയ്ക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എന്തുണ്ടായിരിക്കണം, നിങ്ങൾക്ക് കേറ്ററ്റ് കാറ്റഗറി 1 നേടിയിരിക്കണം. ഇപ്പോൾ കേറ്ററ്റൊക്കെ വിളിക്കുന്ന സമയമാണ്, നോട്ടിഫിക്കേഷൻ കാത്തു നിൽക്കേണ്ട, കേറ്ററ്റ് എഴുതിയെടുക്കുക. UPക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്, +2 ആണ്. TTC അല്ലെങ്കിൽ എന്ത് വേണം, B.Ed കേറ്ററ്റ് കാറ്റഗറി 2 വേണം. അവിടെ എന്താണ്, അവിടെയും ഈ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 12 ഒക്ടോബർ 2028. പക്ഷെ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടും കൂടെ ഒരുമിച്ചാണ് സാധാരണ LPയും UPയും വിളിക്കാറുള്ളത്. ഇനിയും അടുത്തത് ഈ അടുത്ത് വിളിക്കാൻ പോകുന്ന എക്സാം എന്താണെന്ന് പറഞ്ഞാൽ നോൺ വെക്കേഷണൽ ടീച്ചറാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് PG B.Ed സെറ്റ് ഉള്ളവർക്ക് 45,600 മുതൽ 95,000 രൂപ വരെ, ഏകദേശം 1,00,000 രൂപ വരെയുള്ള പോസ്റ്റാണ്. മൾട്ടിപ്പിൾ വിഷയങ്ങളിൽ ഉണ്ടായിരിക്കും. കൊമേഴ്സുകാർക്കുണ്ടാകും, സയൻസുകാർക്കുണ്ടാകും, ഫിസിക്സുകാർക്കുണ്ടാകും, എല്ലാ വിഷയത്തിലും ഉണ്ടാകും. അതിന് നമ്മൾ 2027 എക്സാം പ്രതീക്ഷിക്കുന്നത്, നോൺ വൊക്കേഷണൽ ടീച്ചർ. അടുത്തത് ഈ നോൺ വൊക്കേഷണൽ എഴുതുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേക്കൻസി വരികയാണ്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് PSC ഈ ഒരു വേക്കൻസി വിളിക്കുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ. PG നെറ്റ് PhD ഉള്ളവർക്ക് ഇത് പറ്റും. UGCയുടെ സ്കെയിലാണിത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ പേയ്മെൻ്റ് ആണ്, 1 lakh എബോയിലേക്ക് പോകുന്നതാണ്. എക്സ്പെക്റ്റഡ് എക്സാം 2027 തന്നെയാണ്. അപ്പം ക്വാളിഫൈഡ് ആയിട്ട് B.Ed ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, നെറ്റ് എഴുതി എടുത്തിട്ടുള്ളവർ. ഇനി അങ്ങനെ അല്ലാത്തവർ പുതിയ നെറ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഈ ഒരു വേക്കൻസി കാണാതെ പോകരുത്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാംസ് പലയിടത്തും PG ഉള്ളവർക്ക്, നെറ്റ് ഇല്ലാത്തവർക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അത് എഴുതിയെടുക്കുക. ഇനി നോക്കിക്കേ, പ്രധാനപ്പെട്ട മറ്റ് എക്സാം ഡയറി ഫാം. ഡയറി ഫാം വിളിക്കാൻ പോകുന്നുണ്ട്. +2 സയൻസ് വിത്ത് ഡിഗ്രി വേണം. +2 സയൻസ് പഠിച്ചിരിക്കണം. 5/12/2027 ലിസ്റ്റ് തീരും. സാലറി 35,600 മുതൽ 75,400 വരെ. അടുത്തത് സ്റ്റേഷൻ ഓഫീസറാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഡിഗ്രി വിത്ത് കെമിസ്ട്രി സബ്ജക്റ്റ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. 9/8/2027 തീരുന്നത്. 30,700 മുതൽ 65,400 വരെയാണ് അതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അടുത്തത് വീണ്ടും സയൻസ് ആണ്. സയൻറ്റിഫിക് ഓഫീസറാണ്. ഫോറൻസിക് സയൻറ്റിഫിക് ഓഫീസറാണ്. PG ഇൻ കെമിസ്ട്രി, PG ഇൻ ഫിസിക്സ്, PG ഇൻ ബയോളജി ഉള്ളവർക്കൊക്കെ പറ്റും. 1,00,000 എബോയിലേക്കാണ് സയൻറ്റിഫിക് ഓഫീസറുടെ സാലറി എന്ന് പറയുന്നത്. നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇപ്പോഴുള്ളതിൻ്റെ ഓഗസ്റ്റ് നവംബർ 2028 വരെയാണ് റാങ്ക് ലിസ്റ്റ് കാലാവധിയുള്ളത്. ഇവിടെ എല്ലാം +2 സയൻസുകാർക്കുള്ള അവസരമാണ് ഇത് കൂടുതലായിട്ടും ഉള്ളത്. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇപ്പോഴും വിളിക്കാൻ പോകുന്നത് AMVA വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എഴുതുന്നവർക്കുണ്ട്, സിവിൽ എഴുതുന്നവർക്ക് എക്സാംസ് ഉണ്ട്. ഇതൊക്കെ പല എക്സാംസ് ഉണ്ട്. നമ്മുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, BTech കഴിഞ്ഞ, ഡിപ്ലോമ കഴിഞ്ഞ, അതോടൊപ്പം തന്നെ നമ്മുടെ ITA കഴിഞ്ഞ കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. അതായത് പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിൽ KSB മസ്ദൂർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട്. ഓരോ വിഷയത്തിനും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടേഴ്സ് വിളിക്കാറുണ്ട്. ഇലക്ട്രോണിക്സുകാർക്ക് അതോടൊപ്പം തന്നെ ETക്കാർക്ക് അവരുടെ വിഷയങ്ങൾ അങ്ങനെ വിളിക്കാറുണ്ട്.
അപ്പോൾ സോ ഈ അവസരങ്ങൾ അറിയണമെങ്കിൽ ആദ്യം കേരള PSCയിലേക്ക് നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. കേരള PSCയിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് രജിസ്റ്റർ ചെയ്യുക. നമ്മൾ പലരും പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവർക്കൊക്കെയും ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവിധ എക്സാമിനെ പറ്റിയും ബേസിക് ആയിട്ട് എന്നാണ് എക്സാം വരുന്നത് എന്നൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് www.competitiveCracker.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതിൽ ഈ പറയുന്ന ലിസ്റ്റുകളെ പറ്റി, ഇതിൻ്റെ ലിസ്റ്റുകളുടെ കാലാവധി എപ്പോൾ തരുന്നു, പുതിയ PSCയുടെ നോട്ടിഫിക്കേഷൻ, ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ താഴെ ഞാനൊരു ഗ്രൂപ്പ് കൊടുത്തിരിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ പങ്കാളികളായാൽ ഇതിൻ്റെ എല്ലാം പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ LDC ആണ് എങ്കിൽ ഒരുപാട് പേര് നോക്കുന്നതാണ്. വീട്ടമ്മമാർക്കും വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെയും പഠിക്കാൻ പറ്റും. അതേ രീതിയിലാണ് ഞങ്ങൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം LDC ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും LDCയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇനി അതല്ല, നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് എങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ തൊട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. PSC പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും CC ലേണിംഗ് ആപ്പിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങളും അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നതിന് വേണ്ടി ഇന്ന് തന്നെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.